നിങ്ങളല്ലേ പറയണ്ടേ, നമ്മൾ അഭിനയിച്ചവരല്ലേ. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. എല്ലാവർക്കും രസമുണ്ടാവുന്ന ഒരു സിനിമയാണ്. ഞാൻ ഇതിനകത്ത് കൃഷ്ണൻകുട്ടി എന്നുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഫാലിമി, വാഴ അതിലൊക്കെ ചെയ്തതുപോലെ വളരെ സംതൃപ്തിയോടെ ചെയ്ത കഥാപാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് വിപിൻ ദാസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻ്റ് എടുത്തു പറയണം. പിന്നെ ഇതിൻ്റെ സംവിധായകൻ എസ് വിപിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടുള്ളൊരു സംവിധായകൻ ചെയ്യുന്നതിൽ നിന്നും എത്രയോ എക്സ്പെർട്ടായ ഒരാൾ ചെയ്യുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഒട്ടും ദേഷ്യം വരാത്ത ഒരാളാണ് ഇദ്ദേഹം. അതായത് സാധാരണ തെറ്റ് വന്നാലും ഒക്കെ ക്ഷമയോടെ ഞങ്ങളോട് ഓരോ ക്യാരക്ടറും ചോദിച്ച് അത് എങ്ങനെ അങ്ങനെ മാറ്റി ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ കംഫർട്ടാക്കി കൊണ്ടുപോവുകയാണ് ഈ വിപിൻദാസും വിപിനും. അവർ രണ്ടുപേർക്കും പ്രത്യേക നന്ദി. അതാണ്. സൂപ്പർ പടം. കാരണം നല്ല തൃപ്തിയായിട്ട് നമ്മൾ അഭിനയിച്ച് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. നല്ല പടം, സൂപ്പർ. കോമഡിയുള്ളൂ. 100% കോമഡിയാണ്. കാരണം അത് പേരിനുമായിട്ട് മാച്ച് ഇല്ലാത്തതാണ്. വ്യസനസമേതം ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തുടക്കം തൊട്ട് അവസാനം വരെയും വേറെ ഒരു ലാഗും ഇല്ലാതെ നല്ല രീതിയിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട്. കോമഡി, ക്ലൈമാക്സ് എല്ലാം നല്ല രീതിയിൽ ഇമോഷണൽ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അനുസരം എല്ലാം കിടിലം അഭിനയിച്ച എല്ലാവരും നല്ല കിടിലാണ് ആക്ടിങ് ആണ്. നല്ല പടം. കോമഡി ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ ഇമോഷണൽ ഒക്കെ ആക്കി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 100% എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിലെ പോയപ്പം ചുമ്മാ കയറിയെന്നേ ഉള്ളൂ, അല്ല വേറെ ആർട്ടിസ്റ്റൊന്നും അതിനകത്ത് അങ്ങനെ ഒരു കാസ്റ്റിംഗ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ലെങ്കിൽ പോലും കയറി കഴിഞ്ഞപ്പം എൻ്റർടൈനറാണ്. കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. പക്ഷേ എങ്കിലും നമ്മളെ റിയലായിട്ട് ലൈഫിലുണ്ടാകുന്ന കുറച്ച് നല്ല സംഭവം നന്നായിട്ടുണ്ട്. പടം കൊള്ളാട്ടെ. ഫസ്റ്റ് ഹാഫൊക്കെ കഴിയണവരെയൊക്കെ പടം തീർന്നത് അറിഞ്ഞില്ല. നോബി ചേട്ടനുണ്ട്, അസീസ് നല്ലൊരു അനശ്വരയുടെ അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അനശ്വര അടിപൊളി. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെയാണ് അഭിനയിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കോമഡി ആദ്യം തൊട്ട് അവസാനം വരെയും പടത്തിന് കോമഡിയും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മരണ വീട്ടിലെ സംഭവമാണ് പടം എന്ന് പറയുന്നത്. ഒരു ബോഡി അടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെയാണ് ഈ പടം എടുത്ത് വെച്ചത്. അത് നമ്മളത് കണ്ടാലേ നമുക്കത് രസിക്കുള്ളൂ. കാര്യം നമ്മൾ പല വീടുകളിലും മരണത്തിന് പോകുമ്പോൾ നമ്മളെ വീട്ടിലും ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം സ്ക്രിപ്റ്റിംഗ് എല്ലാം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ചിത്രമാണ്. എന്തായാലും നല്ല രീതിയിൽ കോമഡി ശരിക്കും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ അസിസൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. ബൈജേട്ടൻ ഞെരുപ്പായിരുന്നു. പിന്നെ ഈ കോമഡി സ്റ്റാറിൽ വർക്ക് ചെയ്തിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മിക്ക കഥാപാത്രങ്ങളും ഇവിടെ ഉണ്ട്. ഈ സിനിമയിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ല പടമാണ്. കോമഡി തന്നെയാണോ? കോമഡി തന്നെ.